ഇത്തവണ ജയിലിൽ പോയ ഒരാൾ ഋഷിയാണ് എല്ലാവരും നോമിനേറ്റ് ചെയ്തത്. എല്ലാവരും സെയിം റീസൺ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്തത്. അതിലിത്തിരി കടുത്ത വാക്കുകൾ പറഞ്ഞത് ജാസ്മിനും സിജോയുമായിരുന്നു. അതിൽ സിജോ പറയുന്നുണ്ടായിരുന്നു അവിടെ പവർ റൂമിന്റെ ഷാഡോ ആണ്, അഥവാ അൻസിബയുടെ ഷാഡോ ആണ് ഋഷി എന്ന് അവിടെ സിജോ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവിടെ ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പവർ റൂമിനെയാണ് നോമിനേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹം, എന്നിരുന്നാൽ പോലും പവർ റൂമിനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പവർ റൂമിന്റെ അടിമയായ ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു സ്വന്തമായ ഒരു നിലപാട് എടുക്കുന്നുണ്ടായിരുന്നില്ല, സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു HR എന്ന നിലയിൽ വൻപൻ പരാജയമായിരുന്നു, ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല, എല്ലാത്തിനും ഓണേഴ്സിനെ ആശ്രയിക്കുന്നു. HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി സ്റ്റാൻഡ് ഉണ്ടാവണം, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം, അതൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും റീസൺസ് ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഋഷിക്ക് ഇപ്പൊ ഏറ്റവും കലിപ്പുള്ളത് അവിടെ ജാസ്മിനോടും സിജോയോടുമാണ്. സിജോ പറഞ്ഞതിന് നല്ല മറുപടി എനിക്ക് പറയാനുണ്ട് എന്നാണ് ഋഷി പറയുന്നത്. അല്ല, ഞാൻ ഷാഡോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഇപ്പോൾ ജാസ്മിന്റെ ഷാഡോ ആണെന്നാണ് ഋഷി പറയുന്നത്. സിജോ ഇപ്പോൾ ജാസ്മിന്റെ ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത്. സിജോനെ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ട് ജാസ്മിന്റെ കൂടെ നിന്ന് ജാസ്മിൻ പറയുന്നതിനനുസരിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സിജോ എന്നാണ് ഋഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്സരയ്ക്കാണെന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവർക്കും മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ അതൊരു വാഗ്വാദത്തിലേക്ക് എത്തിക്കേണ്ട, അതൊരു നോമിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത്. ഇവിടെ എല്ലാവരും ഇതുവരെ കരുതിയിരുന്നത് ഞാൻ ഭയങ്കര കാം ആൻഡ് കൂളായിട്ട് ഇരുന്നിരുന്ന വ്യക്തിയാണ്, ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെയാണ്. പെട്ടെന്ന് എന്റെ സ്വഭാവം മാറി ഞാനൊന്ന് റിയാക്ട് ചെയ്യാനും നന്നായി ഗെയിമിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും അതിന്റെ അസൂയാണെന്നാണ് അവിടെ ഇരുന്ന് ഋഷി പറയുന്നത്. എന്തായാലും സിജോയുടെ അടുത്ത് കട്ട കലിപ്പിലാണ് ഋഷി. അതുപോലെ ജാസ്മിന്റെ അടുത്തും സിജോ ജാസ്മിന്റെ ഷാഡോ ആയിട്ടാണ് ഈ വീട്ടിൽ ഇപ്പോൾ സിജോ നിൽക്കുന്നത് എന്നാണ് ഋഷിയുടെ അഭിപ്രായം.